ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഓരോ രാവും പകലും ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥന കേൾക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, സൗഖ്യം സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ്, നിയോഗങ്ങളോടെയാണ് ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത്. ഈ പ്രാർത്ഥന ആരൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ഈ രാത്രിയിൽ എല്ലാ വേദനയും വിഷമവും സങ്കടങ്ങളും മറന്ന് ഉറങ്ങാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യുദ്ധത്തിൻ്റെ മേഖലയിലായിരിക്കുന്ന എല്ലാവർക്കും, ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ കർത്താവ് സന്തോഷത്തിൻ്റെ വാർത്തകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹങ്ങളുടെ രാത്രിയായി മാറട്ടെ. വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് ദൈവ തിരുമുൻപിൽ ദൈവവചനം ശ്രവിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാം. നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിനാൽ തന്നെ ഇത് ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് യുദ്ധസ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക്, ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന വലിയ ആശ്വാസം നൽകും, വലിയ ധൈര്യം നൽകും, ശക്തി നൽകും. വിശ്വാസത്തോടെ നമുക്ക് വചനം കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 46:7-11 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതെ ആക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ, ഈ മാർച്ച് മാസത്തിൻ്റെ അവസാന രാത്രിയിൽ നീ ഞങ്ങൾക്ക് നൽകുന്ന ഈ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് ഇത് കേൾക്കുവാൻ, ഇത് പ്രാർത്ഥിക്കുവാൻ, ഇത് മനസ്സിലാക്കുവാൻ, ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ച് ക്ഷണിച്ച് നിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തിയോളം അങ്ങ് യുദ്ധമില്ലാതെയാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. കർത്താവേ, ഈ സാഹചര്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. യുദ്ധഭീഷണിയിൽ കഴിയുന്ന, ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന, വിദേശത്തായിരിക്കുന്ന, യുദ്ധത്തിൻ്റെ ഭീകരതയിൽ കഴിയുന്ന ഓരോ വേദനിക്കുന്ന ജനങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ജനഹൃദയങ്ങളെ സമർപ്പിക്കുന്നു, ജനപദങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. യുദ്ധക്കെടുതി മൂലം എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു. അധ്വാനിച്ചതെല്ലാം ഒറ്റയടിക്ക് യുദ്ധം കാരണം നഷ്ടപ്പെട്ടു തകർന്നു പോയവരെ സമർപ്പിക്കുന്നു. തകർന്ന സ്വപ്നങ്ങളുമായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പ്രതീക്ഷയറ്റ് പ്രത്യാശ നശിച്ചു പോയവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അരുളി ചെയ്തിട്ടുണ്ട്, ഈ സാഹചര്യങ്ങളിൽ എന്നെ കേൾക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ വചനം ഞാൻ ആവർത്തിക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഭൂമിയിൽ ഉന്നതനാണ്. കർത്താവേ, നിന്റെ മഹത്വത്തിൽ, നിന്റെ ഔന്നത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ ഞങ്ങൾ വേദനിക്കുന്നതിനും പകരം
കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ ശാന്തത കൈവെടിയാതെ നിനക്കു വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾ ശാന്തമാകുന്നു. ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളുടെ മുൻപിൽ, യുദ്ധഭീകരതയുടെ മുൻപിൽ, എവിടെയും അസമാധാനത്വവും നാശനഷ്ടങ്ങളുടെയും ഇടയിലും കർത്താവെ, നിന്നിലുള്ള വിശ്വാസം ഞങ്ങളെ ശാന്തമായി നിനക്കു വേണ്ടി നീ പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുന്നതിന് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഒരു ഉപകരണമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ലോകത്തിൻ്റെ ഭീഷണിയിൽ, യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ, കെടുതിയിൽ, ദാരിദ്ര്യത്തിൽ, രോഗത്തിൽ, അപകടത്തിൻ്റെ നടുവിലും ഞങ്ങൾ ശാന്തത കൈവിടുകയില്ല. ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോവുകയില്ല. ഞങ്ങൾ ഭയപ്പെടുകയില്ല. ഞങ്ങൾ നിരാശപ്പെടുകയില്ല. ഞങ്ങളുടെ പ്രത്യാശ അറ്റുപോവുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവം ഞങ്ങളെ ശക്തമായ കരത്താൽ വിടുവിക്കും. ഞങ്ങൾക്കെതിരെയുള്ള സകല യുദ്ധഭീഷണിയിൽ നിന്നും അവിടുത്തെ കരം ഞങ്ങളെ രക്ഷിക്കും. ലോകമെമ്പാടും ഭൂമിയുടെ അറ്റം വരെ, ഭൂമിയുടെ അതിർത്തികളോളം കർത്താവെ, നീ യുദ്ധമില്ലാതെയാക്കുന്നു. നീയാണ് യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് രാജ്യങ്ങളെ, വ്യക്തികളെ, കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ, മനസ്സുകളെ തിരികെ കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ നിനക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. സൈന്യങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ കൂടെയുള്ള സൈന്യങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ അഭയമായ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ നീ ഈ രാത്രിയിൽ അത്ഭുതം നടത്തണമേ. ഈ രാത്രിയിൽ പ്രത്യാശയറ്റിരിക്കുന്ന ജനങ്ങളിലേക്ക്, പ്രതീക്ഷ തകർന്നുപോയ മക്കളിലേക്ക്, പ്രതീക്ഷ തകർന്നുപോയ മാതാപിതാക്കളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക്, യുവതിയുവാക്കളിലേക്ക്, വയോവൃദ്ധരിലേക്ക്, രോഗികളിലേക്ക്, അനാഥരിലേക്ക്, വിധവകളിലേക്ക്, കർത്താവെ, ആരോരുമില്ലാത്ത എല്ലാവരിലേക്കും, എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക്, സന്തോഷം കെട്ടുപോയവരുടെ മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരം അവരുടെ മേൽ ഇപ്പോൾ സ്പർശിക്കണമേ. അവരുടെ ഹൃദയത്തിന് ശാന്തതയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി, ശരീരത്തിന് സൗഖ്യം നൽകി, കഴിക്കാൻ ഭക്ഷണം നൽകി, കിടക്കാൻ പാർപ്പിടം നൽകി, ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് സമാധാനത്തിൻ്റെ രാജാവിലാണ്, യുദ്ധം നടത്തുന്ന ദൈവത്തിലല്ല, സമാധാനത്തിൻ്റെ രാജാവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ജയിക്കുന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ പൊരുതണമേ. ഈ രാത്രിയിൽ പ്രതീക്ഷയറ്റവർക്ക് വേണ്ടി നീ പൊരുതണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നീ പൊരുതണമേ. കർത്താവേ, സദ്വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നീ സദ്വാർത്ത നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നവർക്ക് നീ അത്ഭുതങ്ങൾ കാണിക്കണമേ. സമാധാനം കാത്തിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. ഈ രാത്രിയിൽ എല്ലാവിധ സന്തോഷങ്ങളും കൊണ്ടും സമാധാനം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദേശത്തു നിന്ന് വീട്ടിലേക്ക് തിരികെ യാത്ര ചെയ്യുന്ന ഒരു മകന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കണമേ. കർത്താവെ, എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇത് ഷെയർ ചെയ്ത് അനേകർക്ക് സൗഖ്യമായി ഈ പ്രാർത്ഥനയെ എത്തിക്കുന്നവർക്ക് എല്ലാം നീ കൂടെയിരുന്ന് ഈ രാത്രിയിൽ സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നാളത്തെ പ്രഭാതം സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ ഞങ്ങളെ നീ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ശക്തി നൽകട്ടെ. അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. നിനക്ക് കൂടെയിരുന്ന് നിനക്ക് നല്ല ഉറക്കം നൽകി ആശ്വസിപ്പിക്കട്ടെ. നീ ഉറങ്ങുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ വസ്തുവകകളുടെ മേലെല്ലാം കർത്താവിൻ്റെ കരമുണ്ടായിട്ട് കർത്താവിൻ്റെ സൈന്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി അവിടുന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം പ്രാർത്ഥനയും നമുക്ക് ഓരോരുത്തർക്കും കൂടെ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.